എനിക്കൊന്നും മതിയായി. വേണ്ട വേണ്ട, വേണ്ട. 4 വീൽ കപ്പ്, ഒരു ഫോഗ് ലാമ്പ്, ഒരു മ്യൂസിക്കൽ ഹോൾ. പിന്നെ ഇതും. അത് ഇവിടത്തെയാണ്. ആണോ? ആണോ? ആർക്കറി തുരുമ്പെടുത്തിട്ടുണ്ടല്ലോ. തുരുമ്പിനും കൂടെ ചേർത്തുള്ള വില തന്നാ മതി. എടാ ഇതെല്ലാം എടുത്ത് അകത്ത് നോക്കിയാ. സംഭവം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറയാനാ? 4 വീൽ കപ്പ്, ഒരു മഞ്ഞ വിളക്ക്, ഒരു മ്യൂസിക്കലാണ്. ഇതെല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ എന്തെങ്കിലും ചില്ലറ കൂടെ തരാം. ചില്ലറയോ? ശരി. ഞാൻ പറയാം. വില പേശണ്ടേ? എടുത്തോണ്ട് പോയാലെങ്ങനെയാ? പിന്നെ എന്തോ 100 രൂപ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 100 രൂപ അങ്ങോട്ട് വന്നിട്ട് ഇത്രയും സാധനം ഞങ്ങൾ ഇവിടെ നിർത്തോണ്ട് വെക്കാം. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ? ആരാന്റെ കട്ടി അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? 200, 250, 260 കൊടുത്തേക്കടായി. അല്ല പട്ടിണിയാവും. എന്തേലും ആട്ടെ. ഇനിയിപ്പോ ഒന്നും പറയണ്ട. ഐശ്വര്യമായിട്ട് പിടിച്ചോട്ടെ. അപ്പൊ ഞങ്ങള് മഞ്ഞളൊക്കെ മഞ്ഞ നമ്മളടുത്ത് വേണോ? എടാ കൊല്ലക്കുടിയിലാണ് തൂച്ചു വെക്കുന്നത്. നമ്മൾ നാളെ കാണേണ്ടവരല്ലേ? വെൺപകൽ തിരയും നിഴലാട്ടമും വാനവീഥികളിൽ കൺകളിൽ കനവോ മറിമായമോ ഇന്ദ്രജാലമതോ നഭസിനും തമസിനും നീല നിറം, മനുഷ്യന്റെ മനസ്സിനു 100 നിറം. നഭസിനും തമസിനും നീല നിറം, മനുഷ്യന്റെ മനസ്സിനു 100 നിറം. കൊതിക്കുന്നതോ നിധി പൂക്കുമിടം, വിധിക്കുന്നതോ ഇരുൾമാളനിലം, വിധിക്കുന്നതോ ഇരുൾമാളനിലം. വെൺപകൽ തിരയും നിഴലാട്ടമും വാനവീഥികളിൽ കൺകളിൽ കനവോ മറിമായമോ ഇന്ദ്രജാലമതോ Hi.
ചുമ്മാ എന്തോ എന്താ നിന്റെ മാത്രം ശൃംഗാരം? നീ എന്താ മാജിക് കാണിക്കുന്ന? അല്ല, 3 കൊല്ലം കുത്തിയതല്ലേ. ടൈപ്പടിയുടെ ശബ്ദം കേട്ടപ്പോ എന്നോ ഉപേക്ഷിച്ച ആഗ്രഹങ്ങളെ തേടി എന്റെ മനസ്സ് ഞാൻ അറിയാതെ യാത്ര ചെയ്തു. നല്ലപോലെ ഡ്രസ് ചെയ്ത് ഒരു ടൈ കെട്ടിയ സ്റ്റെനോ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു ബാബു. പിന്നെ നമുക്കെല്ലാം കഴിക്കണ്ടേ? അടിമപ്പണിയാണ് നീ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. മനസ്സിന്റെ ആഗ്രഹം അവിടെ കിടക്കുന്നു, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കിടക്കുന്നു. കാശിത എന്തിന് പറഞ്ഞ പോരെ? ആരോട് പറയാം? മുരുകനല്ലേ മേടിക്കുന്നത്? ഏത് മുരുകനായാലും ഈ പറഞ്ഞിട്ടുള്ള പരിപാടി വേണ്ട. കാശുണ്ടല്ലോ, പിന്നെന്താ നന്നാല്? എന്തോ സാറുണ്ട് വെച്ചിരിക്കുന്ന ഒരുമാതിരി വട്ടിപ്പണക്കാരന്റെ സ്വഭാവം കാണിക്കില്ലേ ബാബു? നിനക്ക് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. കാശില്ല എന്ന എടാ മോണ്ട കണ്ട ഞാനാ വായിരിക്കുന്ന കേൾക്കും വേണം. കാശിട കാശിട്ടോ. ലൂസ് ആണെങ്കിൽ എനിക്ക് മതി, അല്ലാതെ ഇതുപോലെ ഉരുകി പിടിച്ചോന്നും എനിക്ക് വേണ്ട. ചേട്ടാ, ഇതാ ലേറ്റസ്റ്റ് ഫാഷൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊന്ന് ട്രൈ നോക്കണം സാർ. ഇവിടെ അപ്പുറത്ത് ഡ്രസ്സിനുള്ളിൽ. ഓ ഇതാ ഞാൻ അപ്പോഴേ പറഞ്ഞ എനിക്ക് ഈ സാധനമൊന്നും പറ്റൂല. ഒരൊറ്റ എണ്ണം കയറുന്നില്ല. അതെ, കുറച്ചുകൂടെ ഈ പിന്നെ ലൂസ് ആയിട്ടുള്ള വല്ലതും ഉണ്ടോ? പൈജാമമാര് അതിനെ തുണിയെടുത്ത് വെക്കണം. വായട്ടാ, നമുക്ക് വേറെ പോയി നോക്കാം. ഇന്ന് വളരെ മോശം രാത്രി വെട്ടം കാണാൻ. പിന്നെ ഇതിനൊന്നും അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. അയ്യോ അല്ലേ, ഇത് എങ്ങനെ സാധിച്ചു? ഞാൻ പിന്നെ ചെറുക്കാനാണോ വേഷം കെട്ടി ഇറങ്ങുന്നത്? നല്ല സ്റ്റൈലായിട്ട് നല്ല തുണി. പിന്നെ അവകാശവാദം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഊര് പാൻറ്റൂല ചിരിച്ച് കാണിക്കൊന്നും വേണ്ട. അതെന്താ പരിപാടിയാ? ഞാനല്ലേ അടിച്ചോണ്ട് വന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് നീട്ടാ മതി. എടാ, നിന്നെ കാട്ടി എനിക്കല്ലേ ചേരുന്നത്. വേണ്ട, വിഷയമൊന്നും മാറ്റണ്ട. ഊരിങ്ങോട്ട്. വേണ്ട, നീ കടത്തലാൻ കേട്ടോ. ഒരു ഔദാര്യം. ഇന്നലെ ചോദിച്ചപ്പോ എന്തൊരു ഡിമാൻഡായിരുന്നു. എല്ലാം നിനക്ക് ആദ്യം വേണം. ഞാൻ എന്താ പിച്ചക്കാരനാ? അങ്ങനെ ഇപ്പൊ കളിക്കട്ടെ. അളിയാ, ഇന്ന് മറ്റേ പാർട്ടി വരും. ഏത് മറ്റേ പാർട്ടി? ഞാനൊന്ന് പറഞ്ഞില്ലേ ഹോട്ടലിൽ വെച്ചൊരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടെന്ന്. അതിന് അവളിന്ന് രാവിലെ ഒരു 9:10 ആവുമ്പോ ഷോപ്പിങ്ങിന് വരും. വീണ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടളിയാ. വേണ്ടെങ്കിൽ വേണ്ട, ഞാനങ്ങും പോടില്ല. എന്നെ ഇട്ട് ഈ കുഴങ്ങ് കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അധികം കാലം നടക്കൂല. പോയിട്ട് വാ. പോയിച്ചു വരാനാ? നീ കൂടെ വാ.
ഞാൻ എന്താ വരുന്നത്? നീയല്ലേ എന്റെ ഒരു ധൈര്യം. ചാർലി, കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണം വിചാരിച്ചിരിക്കുക. എന്തോന്ന്? ആ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പെമ്പിള്ളാരുടെ ധാരണ ഞാൻ നിന്റെ വേലക്കാരനാണെന്നാ. രാവിലെ ഞാൻ ചായ വാങ്ങിച്ചോണ്ട് വരിക, കുറച്ച് നീ ഡ്രസ് ചെയ്ത് കുട്ടപ്പനായിട്ട് പുറത്തിറങ്ങുക, ഞാൻ ശെങ്കിടിയായിട്ട് പുറകെ വരിക. നിന്റെ ഈ അഭ്യാസം കാരണം ഒറ്റ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അറിയോ? അതൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ചാർലി, ഇപ്പൊ അവരുടെ ധാരണയൊക്കെ മാറിക്കാണും. മാറുവോ? നീ വേഗം കളിയാ. ഞാൻ ഇപ്പൊ റെഡിയാ. ചെല്ലേ പോരാടി. ചാർലി, വേഗം വന്നേ. ഒരു സീറ്റ് കുറ്റിയല്ല. എന്തോ ഇത് കത്തിക്ക്. കുറച്ച് കഴിയുമ്പോ വലിച്ചേണ്ടി വരുമോ? കൂട്ട്. കൂട്ടാൻ ഒന്ന് വേഗം ആട്ടെ. നീയല്ലേ ഡെയിലി പൂട്ടുന്നത്, എനിക്കല്ലേ പരിചയം ഉണ്ടാകും. പിടി. വാ. അയ്യേ, വണ്ടിക്കത്തൊരു തീപ്പെട്ടി കൂടി വിടുകയല്ല. അനക്കേടായിപ്പോയി. കൈയെടു. കൈയെടുക്ക. കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാതെ. കാര്യമുണ്ട്, കുറച്ച് നീങ്ങിന്നോ. ഗുഡ് മോർണിംഗ്. ഹലോ. പിന്നെ ഷോപ്പിംഗ് വന്നാണല്ലേ? കരിവണ്ടിന കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടി ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശിങ്കാരം ഹൊയ് ഹൊയ് മനസ്സിന് കുളിരന പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിലു വിരിയണ കുളിരല പോലെ അഴക
കുളിരാട്ടണ കമ്പിളിയോ മങ്കയാളിവളാരോ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ ചാർലി ചാർലി വണ്ടി കൊണ്ടുപോയി വീട്ടിട്ടേക്കോ. വണ്ടിയോ? എടാ കണക്ക് ഞാൻ പേരാമാ അവന്റെ വണ്ടി